ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രവും അധികാരത്തിന്റെ തുടക്കവും ഭാഗം 3, മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ യുദ്ധങ്ങൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് പോരാടേണ്ടി വന്ന പ്രധാന ശക്തി മൈസൂരിലെ സുൽത്താൻമാരായിരുന്നു. മൈസൂർ യുദ്ധങ്ങൾ നയിച്ച സുൽത്താൻമാരാരൊക്കെയായിരുന്നു? ഹൈദരലിയും ടിപ്പു സുൽത്താനും. ഒന്നാം മൈസൂർ ഒന്നാം മൈസൂർ യുദ്ധം എന്നാണ് നടന്നത് 1767 ടു 1769. ഓക്കെ, അപ്പോ ഒന്നാം മൈസൂർ യുദ്ധം 1767 ടു 1769. ഹൈദരലിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ റോബർട്ട് ക്ലൈവ്. ഓക്കെ, മൈസൂരിന്റെ സ്വാതന്ത്ര്യം തകർക്കാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. ഒന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇതാണ്. പ്രധാന സുഗന്ധ വ്യഞ്ജന ദാതാക്കളിൽ ഒന്നായ മലബാർ ഹൈദരലിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു. ഫ്രഞ്ചുകാരുമായുള്ള ഹൈദരലിയുടെ ബന്ധവും ബ്രിട്ടീഷുകാരെ ചൊടിപ്പിച്ചു. ഹൈദരലിയെ നശിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഹൈദരാബാദ് നൈസാമുമായി മറാത്തക്കാരുമായും സഖ്യമുണ്ടാക്കി. ഹൈദരലിയെ നശിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഹൈദരാബാദ് നൈസാമുമായും മറാത്തക്കാരുമായി സഖ്യമുണ്ടാക്കി. കർണാടകത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള നീക്കങ്ങളും ഹൈദരലി ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നിരുന്ന മറാത്തക്കാരെയും നിസാമിനെയും ഹൈദരലി തന്ത്രപരമായി മാറ്റി നിർത്തി. കമ്പനിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചതിന്റെ കാരണം എന്തായിരുന്നു? മദ്രാസ് ഉടമ്പടിയാണ്. മദ്രാസ് ഉടമ്പടി 1769. ഇതനുസരിച്ച് മറ്റേതെങ്കിലും രാജ്യം മൈസൂരിനെ ആക്രമിച്ചാൽ ബ്രിട്ടീഷുകാർ സഹായിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. രണ്ടാം മൈസൂർ യുദ്ധം 1780 ടു 84. 1780 ടു 84. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം മറാത്തക്കാർ മൈസൂർ ആക്രമിച്ചപ്പോൾ സഹായിക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചു. 1770 മാഹിയിലെ ഫ്രഞ്ച് കേന്ദ്രം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. രണ്ടാം മൈസൂർ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. രണ്ടാം മൈസൂർ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹാസ്റ്റിങ്സ്. രണ്ടാം മൈസൂർ യുദ്ധകാലത്ത് മൈസൂർ സുൽത്താൻ ആരായിരുന്നു? ഹൈദരലിയാണ്. ഹൈദരലി. ഓക്കെ, 1781 പോർട്ടോ നോവോയിൽ വെച്ച് ഹൈദരലിയെ അയർക്കൂട്ട് പരാജയപ്പെടുത്തി. 1781 പോർട്ടോ നോവോയിൽ വെച്ച് ഹൈദരലിയെ അയർക്കൂട്ട് പരാജയപ്പെടുത്തി. ഹൈദരലി മരിച്ച വർഷം 1782. ഹൈദരലിയുടെ മരണശേഷം രണ്ടാം മൈസൂർ യുദ്ധം നയിച്ചത് ടിപ്പു സുൽത്താൻ. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരലി പിടിച്ചെടുത്ത ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശം ആർക്കോട്ടാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരലി പിടിച്ചെടുത്ത ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശം ആർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി മംഗലാപുരം ഉടമ്പടി 1784. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഉടമ്പടി മദ്രാസ് ഉടമ്പടി 1769. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി മംഗലാപുരം ഉടമ്പടി 1784. ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധം 1790 ടു 92. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷിയും കമ്പനിക്ക് കുരുമുളക് കിട്ടുന്ന ഏക പ്രദേശവുമായ തിരുവിതാംകൂറിന് നേരെ ടിപ്പു നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിന്റെ ഏക കാരണം. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷിയും കമ്പനിക്ക് കുരുമുളക് കിട്ടുന്ന ഏക പ്രദേശവുമായ തിരുവിതാംകൂറിന് നേരെ ടിപ്പു നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിന്റെ ഏക കാരണം. താങ്ക് യു. ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധം 1790 ടു 92. മൂന്നാം മൈസൂർ യുദ്ധത്തിന് പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷിയും കമ്പനിക്ക് കുരുമുളക് കിട്ടുന്ന ഏക പ്രദേശവുമായ തിരുവിതാംകൂറിന് നേരെ ടിപ്പു നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിന്റെ ഏക കാരണം. ഓക്കെ, തിരുവിതാംകൂർ ഡച്ചുകാരിൽ നിന്ന് ആയക്കോട്ട, കൊടുങ്ങല്ലൂർ കോട്ട എന്നിവ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാണ് ടിപ്പുവിനെ ആ രാജ്യം ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്. തിരുവിതാംകൂർ ഡച്ചുകാരിൽ നിന്ന് ആയക്കോട്ട, കൊടുങ്ങല്ലൂർ കോട്ട എന്നിവ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാണ് ടിപ്പുവിനെ ആ രാജ്യം ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്. ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭു മറാത്തകളുമായും നൈസാമുമായും തന്ത്രപരമായ സഖ്യത്തിലൂടെ ടിപ്പുവിനെ ഒറ്റപ്പെടുത്തി. കോൺവാലിസ് പ്രഭു ശ്രീരംഗപട്ടണത്തേക്ക് നീങ്ങുകയും 1790 ടിപ്പുവുമായി യുദ്ധം തുടങ്ങി.
1792 ടിപ്പുവിന്റെ പരാജയത്തോടെ മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചു. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പു തന്റെ രാജ്യത്തിന്റെ പകുതി ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. നഷ്ടപരിഹാരമായി 330 ലക്ഷം രൂപ നൽകാനും നിർബന്ധിതനായി. ബൗമഹൽ, ദിണ്ടിഗൽ, മലബാർ എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. തുംഗഭദ്രയുടെ ചില പ്രദേശങ്ങൾ മറാത്തക്കാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. തുംഗഭദ്രയുടെ ചില പ്രദേശങ്ങൾ മറാത്തക്കാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. കൃഷ്ണ മുതൽ പെന്നാർ നദി വരെയുള്ള പ്രദേശങ്ങളും നിസാം കൈവശപ്പെടുത്തി. കൃഷ്ണ മുതൽ പെന്നാർ നദി വരെയുള്ള പ്രദേശങ്ങളും നിസാം കൈവശപ്പെടുത്തി. മൂന്നാം മൈസൂർ യുദ്ധം ടിപ്പുവിന്റെ സമ്പത്തും അധികാരവും ഊറ്റിയെടുത്തു. മൂന്നാം മൈസൂർ യുദ്ധം ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ചു. നാലാം മൈസൂർ യുദ്ധം 1799. മൂന്നാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ട ടിപ്പു സുൽത്താൻ ഫ്രാൻസ് പോലുള്ള വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ കമ്പനിക്കെതിരെ പ്രചാരണങ്ങൾ ആരംഭിച്ചു. ഫ്രഞ്ച് പട്ടാളക്കാരുടെ ഒരു ചെറിയ സേന മംഗലാപുരത്തെത്തി. ടിപ്പുവിനെതിരെ നടപടിയെടുക്കാൻ വെല്ലസ്ലി പ്രഭുവിന് ഇത് മതിയായ കാരണമായി. നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആർതർ വെല്ലസ്ലി ആയിരുന്നു. നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആർതർ വെല്ലസ്ലി ആണ്. ടിപ്പു സുൽത്താന്റെ മരണത്തിൽ കലാശിച്ച യുദ്ധം നാലാം മൈസൂർ യുദ്ധം മെയ് 4, 1799. നാലാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം മൈസൂർ ടിപ്പു ഇല്ലാതായതോടെ വെല്ലസ്ലി പ്രഭു മൈസൂരിൽ സൈനിക വ്യവസ്ഥ ഏർപ്പെടുത്തി. ടിപ്പു സുൽത്താൻ മൈസൂരിലെ കടുവ മൈസൂർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ പിന്തുണച്ച് ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക ഉയർത്താൻ അനുവദിച്ച ജേക്കബ് ക്ലബ് അംഗമായിരുന്ന ഭരണാധികാരി സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷം യാക്കോബിയൻ ട്രീ ലിബർട്ടി ട്രീ നട്ടു. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ഫത്തുഹുൽ മുജാഹിദീൻ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കികൾ ഉപയോഗിച്ച ഭരണാധികാരി ബാബറാണ്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കികൾ ഉപയോഗിച്ച ഭരണാധികാരി ബാബർ. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ഫത്തുഹുൽ മുജാഹിദീൻ. ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താനാണ്. അടുത്തത് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ, ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷം മാധവറാവു പേഷ്വയായി. 1784 ശേഷം കമ്പനിയുടെ പരുത്തി വ്യാപാരത്തിൽ വൻ വർധനവുണ്ടായി. ഗുജറാത്തിൽ നിന്ന് ബോംബെ വഴിയാണ് അവർ പരുത്തി ചൈന പോലെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അതിനാൽ മറാഠി രാജ്യത്തിന്റെ നിയന്ത്രണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു. ഒന്നാം മറാത്ത യുദ്ധം 1775 to 1782. 1772 മാധവറാവു അന്തരിച്ചു. ഒന്നാം മറാത്ത യുദ്ധത്തിന്റെ പ്രധാന കാരണം മറാത്തികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാർ ഇടപെട്ടതാണ്. ഒന്നാം മറാത്ത യുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ഒന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. സൽബായ് ഉടമ്പടി ഒന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിച്ചു. 1782 വാറൻ ഹേസ്റ്റിങ്സും പേഷ്വയും. ഓക്കെ. രണ്ടാം മറാത്ത യുദ്ധം 1803 to 1805. പേഷ്വ ബാജി റാവു രണ്ടാമനെ ഹോൾക്കർ കുടുംബം പരാജയപ്പെടുത്തി. അങ്ങനെ ബ്രിട്ടീഷ് സഹായം അഭ്യർത്ഥിക്കുകയും സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇത് മറാഠയിലെ ബോൺസ്ലെ, സിന്ധ്യ എന്നിവരെ ചൊടിപ്പിച്ചു. പൂനെയിൽ ബ്രിട്ടീഷുകാർ അധികാരം നേടുന്നതിലേക്ക് നയിച്ച ഉടമ്പടി ഏതാണ്? 1802 ബസിൻ ഉടമ്പടിയാണ്. 1802 ബസിൻ ഉടമ്പടി. പൂനെയിൽ ബ്രിട്ടീഷുകാർ അധികാരം നേടുന്നതിലേക്ക് നയിച്ച ഉടമ്പടി 1802 ബസിൻ ഉടമ്പടി. പേഷ്വ ബാജി റാവുവും ബ്രിട്ടീഷുകാരും തമ്മിൽ. ഓക്കെ. രണ്ടാം മറാത്ത യുദ്ധത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാർ ആരൊക്കെയാണ്? ആർതർ വെല്ലസ്ലിയും ജനറൽ ലോക്കും. ആർതർ വെല്ലസ്ലിയും ജനറൽ ലോക്ക്. രണ്ടാം മറാത്ത യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി 1805 രാജ്ഘട്ട് ഉടമ്പടി. 1805 രാജ്ഘട്ട് ഉടമ്പടി.
മൂന്നാം മറാത്ത യുദ്ധം 1817 to 1819. മൂന്നാം മറാത്ത യുദ്ധം 1817 to 19. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള മറാത്തികളുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിന് കാരണമായത്. മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ് ബ്രിട്ടീഷ് സൈന്യം മറാത്ത വംശത്തിന്റെ മേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചത്. മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം പൂനെയാണ്. പൂനെ. മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം പൂനെ. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം 1845 to 1846. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് കാരണം ഹാർഡിഞ്ച് പ്രഭുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ പഞ്ചാബ് ആക്രമിച്ചതാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ലാഹോർ ഉടമ്പടി 1846. ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ ജലന്ധറും ജമ്മു കാശ്മീറും രാജാ ഗുലാബ് സിംഗിന് കൈമാറി. ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ ജലന്ധറും ജമ്മു കാശ്മീറും രാജാ ഗുലാബ് സിംഗിന് കൈമാറി. പഞ്ചാബ് സൈന്യത്തിന്റെ വലിപ്പം കുറയുകയും ചെയ്തു. ലാഹോറിൽ ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തി. 1846 ഡിസംബർ 16 മറ്റൊരു ഉടമ്പടി കൂടി ബ്രിട്ടീഷുകാർ സിഖുകാരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇത് പ്രകാരം ലാഹോറിലെ ബ്രിട്ടീഷ് റെസിഡൻസിക്ക് രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വകുപ്പുകളിലും ഇടപെടാനുള്ള അധികാരം ലഭിച്ചു. അടുത്തത് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം 1848 to 19. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം 1848 to 19. ലാഹോർ സന്ധി സിഖുകാർക്ക് അപമാനകരമായ ഉടമ്പടിയായിരുന്നു. പഞ്ചാബികൾ 1848 കമ്പനിക്കെതിരെ കലാപം ആരംഭിച്ചു. പഞ്ചാബികൾ 1848 കമ്പനിക്കെതിരെ കലാപം ആരംഭിച്ചു. ഇതോടെ പഞ്ചാബ് പ്രദേശം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ഡൽഹൌസി പ്രഭു പഞ്ചാബ് കീഴടക്കിയ വർഷം 1849. പഞ്ചാബിലെ ആദ്യ കമ്മീഷണർ ആരായിരുന്നു? സർ ജോൺ ലോറൻസ് ആണ്. സർ ജോൺ ലോറൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.